മങ്ങിയ കാഴ്ചകൾ യാത്രകളിൽ വില്ലനാകാറുണ്ടോ? കണ്ണിന്റെ ആരോഗ്യകാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഡോക്ടർ ജിബീസ് ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസിൽ അത്യാധുനിക കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധനയും ഏറ്റവും കൃത്യതയാർന്ന പരിചരണവും. കമ്പ്യൂട്ടറൈസ്ഡ് പരിശോധന, കൃത്യമായ പവർ കണ്ടെത്താൻ അഡ്വാൻസ്ഡ് റിഫ്രാക്ഷൻ ടെസ്റ്റ് ചെയ്യുക. വിദഗ്ധ സ്ലീറ്റ് ലാമ്പ് പരിശോധന, കണ്ണിന്റെ മുൻഭാഗവും ഉൾഭാഗവും സൂക്ഷ്മമായി വിലയിരുത്തുന്നു. ഗ്ലൂക്കോമ ആൻഡ് റെറ്റിന ചെക്കപ്പ്, പ്രഷർ പരിശോധനയും ഡയലേറ്റഡ് റെറ്റിന വിലയിരുത്തലും വഴി കാഴ്ച സുരക്ഷിതമാക്കാം. ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ഐ ചെക്കപ്പും മികച്ച ബ്രാൻഡഡ് കണ്ണടകളും ഇവിടെ ലഭ്യമാണ്. ഒപ്പം ട്രെൻഡിംഗ് ബ്രാൻഡഡ് ഫ്രെയിമുകളും ഡ്രൈവിംഗ് ലൈസൻസിനും മറ്റ് ആവശ്യങ്ങൾക്കുമായുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഐ ചെക്കപ്പും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കൊച്ചി മണ്ഡലം ഉദ്ഘാടനം മുഹമ്മദ് ഷിയാസ് MLA നിർവഹിച്ചു. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 5 ഗ്യാരണ്ടികളിലെ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്നായ പ്രിയദർശിനി സ്ത്രീകളുടെ സൗജന്യ KSRTC ബസ് യാത്രയുടെ കൊച്ചി മണ്ഡലം തല ഉദ്ഘാടനം മുഹമ്മദ് ഷിയാസ് MLA നിർവഹിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ 5 ഗ്യാരണ്ടികളുണ്ട്. അതിൽ ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിലെ സൗജന്യമായ യാത്ര ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ആദ്യത്തെ ഗ്യാരണ്ടിയായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര പ്രിയദർശിനിയുടെ പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമ്പോൾ ജൂൺ 15-ാം തീയതി മുതൽ നമ്മളിത് ആരംഭിക്കും എന്ന് അതിന്റെ പിറ്റേ ദിവസം നമ്മളിത് പറഞ്ഞു. കേരളത്തിൽ 5400 KSRTC ബസ്സുകളാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. അതിൽ 3125 ബസ്സുകളിൽ 7 ടൈപ്പുള്ള നമ്മുടെ ഗ്രാമവണ്ടികൾ ഉൾപ്പെടെ 7 KSRTCയുടെ വിവിധ സെക്ടറുകളിൽ വനിതകൾക്ക് സൗജന്യമായി ഇന്ന് മുതൽ യാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. ഏകദേശം ഒരു മാസം KSRTCക്ക് അതുമൂലമുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവ് 60 കോടി മുതൽ 70 കോടി രൂപ വരെയാണ്. ഒരു മാസം കേരളത്തിലെ സ്ത്രീകളുടെ ബാഗുകളിൽ ഈ 60 കോടി മുതൽ 70 കോടി വരെയുള്ള പണം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒന്ന്. ഒരു ദിവസത്തെ കണക്കാണ്. ഒരു വർഷം അത് 700 കോടി മുതൽ 800 കോടി രൂപ വരെയാണ്. KSRTCക്ക് ഇപ്പോൾ ഒരു വർഷം സർക്കാർ നൽകുന്നത് 1500 കോടി രൂപയാണ് ഗ്രാന്റായി നൽകുന്നത്. അതിന് പുറമെ ഈ സൗജന്യ ബസ് യാത്രയിലൂടെ KSRTCക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ സർക്കാർ ഗ്രാന്റായി നൽകും. തോപ്പുംപടിയിൽ മുഹമ്മദ് ഷിയാസ് MLA യാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നൂറുകണക്കിന് സ്ത്രീകളാണ് രാവിലെ മുതൽ തോപ്പുംപടിയിൽ തടിച്ചുകൂടിയത്. ചേർത്തല മൂവാറ്റുപുഴ മേഖലയിലേക്കുള്ള ബസ്സുകളിലായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള പ്രഥമ സൗജന്യ യാത്ര. മുൻ GCDA ചെയർമാൻ N വേണുഗോപാൽ, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VH ശിഹാബുദ്ദീൻ, കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി, കുമ്പളങ്ങി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ, കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ ഷമീർ വളവത്ത, ഷംസു, DCC
ജനറൽ സെക്രട്ടറി KM റഹീം, മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരീത്തറ, കോൺഗ്രസ് പലേപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് TM റിഫാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാവരും ആഗ്രഹിച്ച പോലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ദിരാ ഗ്യാരണ്ടിയായി, ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിൽ ഗ്യാരണ്ടിയായി ഈ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം KSRTC ബസ്സിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഇന്നു മുതൽ പ്രാവർത്തികമാവുകയാണ്. ഇത് തികഞ്ഞ ഈ ഗവൺമെന്റിന്റെ തികഞ്ഞ ഒരു ഇച്ഛാശക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്നും ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ PD സതീശിന്റെ നേതൃത്വത്തിൽ ഈ കേരള നാടിനെ ഒരു സുന്ദര ലോകമാക്കി മാറ്റുവാൻ എന്നും പ്രതിജ്ഞാബദ്ധരായിരിക്കും. ഇവിടെ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.